Turning to book of Job, chapter 38, verse 28. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. Had the rain a father, or who hath begotten the drops of dew? മഴയ്ക്ക് അപ്പനുണ്ടോ, അല്ല മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാർ? Had the rain a father, or who hath begotten the drops of dew? മഴയ്ക്ക് അപ്പനുണ്ടോ, അല്ല മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാർ? In the book of Job, we can see many questions. യോബിന്റെ പുസ്തകത്തിൽ അനേക ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. Job went through path of untold suffering. യോബ് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത കഷ്ടത്തിന്റെ പാതയിലൂടെ കടന്നുപോയി. His friends came to comfort him. തന്റെ സ്നേഹിതർ ആശ്വസിപ്പിക്കേണ്ടതിന് തന്റെ അടുക്കൽ വന്നു. Finally, they start counseling him. ഒടുവിലായി അവർ അവന് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ തുടങ്ങി. That turned out as an argument. അതൊരു വാദപ്രതിവാദമായി മാറി. Then argument and counter argument was there. വാദപ്രതിവാദവും അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദവും അവിടെ നടന്നു. Like that, it continued. We can see in so many chapters. ഇങ്ങനെ അനേക അധ്യായങ്ങളിൽ അത് തുടർന്നതായി കാണുവാൻ കഴിയും. Job, in his sight, he was very righteous. യോബ് തന്റെ ദൃഷ്ടിയിൽ നീതിമാനായിരുന്നു. His friends, in their sight, they were very righteous. തന്റെ സ്നേഹിതന്മാർ അവരുടെ ദൃഷ്ടിയിൽ അവർ നീതിമാന്മാരായിരുന്നു. No one could able to give wisdom unto others. ആർക്കും മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. Finally, God had to interfere. ഒടുവിൽ ദൈവത്തിന് ഇടപെടേണ്ടി വന്നു. In this chapter, God began to speak. ഈ അധ്യായത്തിൽ ദൈവം സംസാരിക്കുവാൻ തുടങ്ങി. That's why in verse 1 it is written, Then the Lord answered Job out of the whirlwind and said, It is written. അതുകൊണ്ടാകുന്നു അതിന്റെ 1-ാം വാക്യത്തിൽ അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരമരുളി ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. To make him understand, God asked many questions. തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിനായി ദൈവം പല ചോദ്യങ്ങൾ ചോദിച്ചു. In that one such is this question, had the rain a father, or who had begotten the drops of the dew? ആ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്, മഴയ്ക്കപ്പനുണ്ടോ, അല്ല മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാർ? We have a heavenly father. നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. And he is father of even Lord Jesus Christ, word of God says. തിരുവചനം പറയുമ്പോൾ അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പിതാവാകുന്നു. He is father of all. അവൻ എല്ലാവരുടെയും പിതാവ്. He is God of, or father of mercies. അവൻ കരുണയുള്ള പിതാവ്. And father of all comfort. സർവാശ്വാസത്തിന്റെയും പിതാവാകുന്നു. Father of fatherless. അവൻ അനാഥരുടെ പിതാവാകുന്നു. Father of glory. അവൻ മഹത്വത്തിന്റെ പിതാവാകുന്നു. Father of lights. അവൻ വെളിച്ചത്തിന്റെ പിതാവാണ്. And father of spirits. അവൻ ആത്മാവിന്റെ പിതാവാകുന്നു. Like that, our heavenly father have so many titles. ഇങ്ങനെ നമ്മുടെ സ്വർഗീയ പിതാവിന് പല തലക്കെട്ടുകൾ കാണാൻ കഴിയും. Even without mentioning, he is father of all creation, all creatures. He is the father of all. അവൻ സർവ്വ സൃഷ്ടികളുടെയും സർവ്വചരാചരങ്ങളുടെയും സകലത്തിന്റെയും പിതാവ് തന്നെയാണ്. Even he is the father of rain too. അവൻ മഴയുടെയും പിതാവാകുന്നു. But in Old Testament, they had this big question. എന്നാൽ പഴയ നിയമത്തിൽ അവർക്ക് ഈ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. How rain comes? മഴ എങ്ങനെ വരുന്നു? Is it naturally comes? അത് പ്രകൃത്യാ വരുന്നുവോ? Or heaven itself gives rain its seasons? അതോ ആകാശം തന്നെ ആ മഴക്കാലങ്ങളിൽ മഴ നൽകുകയാണോ? Or vanity of the Gentiles, or idols of heathens, is it give rain? അതോ ജാതികളുടെ മിഥ്യാമൂർത്തികൾ മഴ പെയ്യിക്കുന്നുവോ? Or in its season, eventually it gives rain? അതോ അതതിന്റെ കാലങ്ങളിൽ സ്വയമേവ മഴയുണ്ടാകുന്നുവോ? Like that, so many questions were there. ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. But Bible very clearly answers who begets rain. എന്നാൽ വേദപുസ്തകം മഴയെ ആർ ജനിപ്പിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നു. Or who gives rain? ആർ മഴ നൽകുന്നു? Who sends rain? മഴ ആർ അയക്കുന്നു? Without his command, rain doesn't come. അവന്റെ കൽപ്പന കൂടാതെ മഴ വരുന്നില്ല. In Jeremiah chapter 14:22, when we read, യിരെമ്യാ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, through Jeremiah the prophet, word of God comes. യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ വചനം കടന്നു വന്നു. Are there any among the vanities of the Gentiles that can cause rain? ജാതികളുടെ മിഥ്യാമൂർത്തികളിൽ മഴ പെയ്യിക്കുന്നവരുണ്ടോ? Or can the heavens give showers? അല്ല ആകാശമോ വർഷം നൽകുന്നത്? Art not thou he, O Lord our God? Therefore we will wait upon thee. Thou hast made all these things. ഞങ്ങളുടെ ദൈവമായ യഹോവേ, അത് നീ തന്നെയല്ലയോ? നിനക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇവയൊക്കെയും സൃഷ്ടിച്ചിരിക്കുന്നതും നീയല്ലോ. Vanities of the Gentiles doesn't give rain. ജാതികളുടെ മിഥ്യാമൂർത്തികൾ മഴ പെയ്യിക്കുന്നില്ല. Or heaven by itself
doesn't give rain. ആകാശം അതായി തന്നെ മഴ പെയ്യിക്കുന്നില്ല. Our God alone gives rain. നമ്മുടെ ദൈവം തന്നെയാകുന്നു മഴ നൽകുന്നത്. Even Jesus himself told യേശു തന്നെയും തിരുവായ്മൊഴിഞ്ഞു. in Matthew chapter 5 verse 45 when we read, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-ാം വാക്യം വായിക്കുമ്പോൾ, Father which is in heaven, for he maketh his sun to rise on the evil and on the good, and sendeth rain on the just and on the unjust. സ്വർഗസ്ഥനായ പിതാവ് തന്നെ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നു. He sendeth rain on the just and on the unjust. അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നു. He commands this rain comes to this well. ഈ ലോകത്തിലേക്ക് മഴ കടന്നു വരേണ്ടതിന് അവൻ കൽപ്പിക്കുന്നു. In Jeremiah chapter 10 verse 13 when we read, യിരെമ്യാ പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, when he uttereth his voice, there is a multitude of waters in the heavens. അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു. He causeth the vapor to ascend from the ends of the earth. He maketh lightning with rain, and bringeth forth the wind out of his treasures. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു, മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. Whether it is lightning or wind or rain, everything comes from God. അത് മിന്നലായാലും കാറ്റായാലും മഴയായാലും സകലതും ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു. What people suppose in its season it comes, it doesn't happen. ആളുകൾ അതതിന്റെ കാലത്ത് എന്ത് സംഭവിക്കണമെന്ന് വിചാരിക്കുന്നു, അതങ്ങനെ സംഭവിക്കുന്നില്ല. It God sent in its season. ദൈവം അതിന്റെ കാലത്ത് അയക്കുന്നു. That's why in Hezekiel chapter 34:26 when we read, 34-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, I will cause the showers to come down in his season. ഞാൻ അതിന്റെ കാലത്ത് മഴ കടന്നു വരുവാൻ ഇടയാക്കും. There shall be showers of blessing. അനുഗ്രഹത്തിന്റെ മഴയായിരിക്കും. I will cause the showers to come. ഞാൻ മഴ കടന്നു വരുവാൻ In its ഇടയാക്കും. season, I will send rain. അതിന്റെ തക്ക സമയത്ത് ഞാൻ മഴ അയക്കും. Yes, our God sends rain in his season for our blessing. അതേ, നമ്മുടെ അനുഗ്രഹത്തിനായി അതതിന്റെ കാലങ്ങളിൽ നമ്മുടെ ദൈവം മഴ അയക്കുന്നു. Whether it is literal rain or spiritual, അത് അക്ഷരിക മഴയായാലും ആത്മിക മഴയായാലും, whether it is former rain or latter rain, അത് മുൻമഴയായാലും പിന്മഴയായാലും, rain we can divide it in different groups. മഴയെ പല വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം. Even in the word of God we can see that. ദൈവവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. Former rain, മുൻമഴയുണ്ട്. by that they prepare the land for cultivation. അതിലൂടെ കൃഷിക്കായി നിലം അവർ ഒരുക്കുന്നു. They can sow that afterwards. അതിനുശേഷം അവർക്ക് വിതയ്ക്കാം. And latter rain also there. പിന്മഴയുമുണ്ട്. Through that only they can take good fruit. അതിലൂടെയാകുന്നു നല്ല ഫലം അവർക്ക് ലഭിക്കുന്നത്. Ripen the fruits, it gives good yielding. അത് നല്ല ഫലം നൽകുന്നു, അല്ല വിളവ് നൽകുന്നു. Even gentle showers are there. മൃദുവായ പൊടിമഴയുമുണ്ട്. Or multitude of drops. As a gentle shower it comes. അത് പൊടിമഴയായിട്ട് വെള്ളത്തുള്ളികളായിട്ട് കടന്നു വരും. And about that also we can read in Deuteronomy chapter 32:2. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അതിനെ സംബന്ധിച്ച് നാം വായിക്കുന്നുണ്ട്. About violent rain or hailstorms we can read. നമുക്ക് ആലിപ്പഴം പൊടിയുന്ന ശക്തമായ മഴയെ സംബന്ധിച്ചും കാണുവാൻ In കഴിയും. Exodus chapter 9 verse 18 we can read about it. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. About heavy rain also we can read. ശക്തിയേറിയ മഴയെ സംബന്ധിച്ചും വായിക്കുന്നുണ്ട്. In Genesis chapter 6:17 we can read about it. ഉൽപ്പത്തി പുസ്തകം 6-17 നാം അത് വായിക്കുന്നു. Like that there are different types of rain. ഇങ്ങനെ പല വിധത്തിലുള്ളതായ മഴയുണ്ട്. Whether it is gentle shower അത് പൊടിമഴയായാലും, or heavy rain അല്ലെങ്കിൽ ശക്തിയേറിയ മഴയായാലും, or a flood, അല്ലെങ്കിൽ ജലപ്രവാഹമായാലും, former rain or latter rain, മുൻമഴയായാലും പിന്മഴയായാലും, everything comes from God. എല്ലാം ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു. With a purpose he sent. ഒരു ഉദ്ദേശത്തോടെ അവനത് അയക്കുന്നു. In Job chapter 37, യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 11 to 13 when we read, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, here we can read purpose of God. ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്ന് നാം ഇവിടെ വായിക്കുന്നു. Also by watering he weareth the thick cloud, and he stretcheth his bright cloud. അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു. It is stand round about by his counsel, that they may do whatsoever he commandeth them upon the face of the world in the earth. തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നു ഒക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. He causeth it to come, അത് കടന്നു വരുവാൻ അവൻ ഇടയാക്കുന്നു. whether for correction, അത് ശിക്ഷയ്ക്കായിട്ടോ, for his land, ദേശത്തിന് നന്മയ്ക്കായിട്ടോ, or for mercy. അല്ലെങ്കിൽ ദയയ്ക്കായിട്ടോ. Here 4 reasons are written. ഇവിടെ 4 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. He sends rain അവൻ മഴ അയക്കുന്നു to do his purpose. തന്റെ ഉദ്ദേശം നിറവേറ്റേണ്ടതിന്. First of all,
his mind or his purpose must be fulfilled in the earth. Therefore he sends rain. ഒന്നാമതായി തന്റെ ഉദ്ദേശം ഭൂമിയിൽ നിറവേറേണ്ടതിന് മഴ അയക്കുന്നു. Whether it is wilderness or a fruitful land, whether people live or not, he sends rain everywhere. അത് മരുഭൂമിയായാലും ഫലഭൂയിഷ്ഠമായ പ്രദേശമായാലും ജനവാസമുള്ളവിടമോ ഇല്ലാത്തിടമായാലും തന്നെ മഴ അവൻ അയക്കുന്നു. That's why we can read in Job chapter 38. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ആയതിനാൽ നാം വായിക്കുന്നു Verse 26. 26-ാം വാക്യം. To cause it to rain on the earth, ഭൂമിയിൽ മഴ പെയ്യിക്കേണ്ടതിന്, where no man is, അത് തരിശായിടത്തും, on the wilderness, wherein there is no man, മനുഷ്യനില്ലാത്ത മരുഭൂമിയിലും, to satisfy the desolate and waste ground, തരിച്ചും ശൂന്യമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും, to cause the bud of the tender herb to spring forth. ഇളമ്പുല്ല് മുളപ്പിക്കേണ്ടതിനും He sends rain everywhere. എല്ലായിടങ്ങളിലും അവൻ മഴ അയക്കുന്നു. Sometimes in wilderness, ചിലപ്പോൾ മരുഭൂമിയിൽ, sometimes in ocean, ചിലപ്പോൾ സമുദ്രത്തിൽ, sometimes in cities. ചിലപ്പോൾ നഗരങ്ങളിലും. Not only in cities, according his will, he sends in forest also. പട്ടണങ്ങളിൽ മാത്രമല്ല, തന്റെ ഹിതപ്രകാരം വനപ്രദേശത്തും അയക്കുന്നു. Because he is the father of all creation. എന്തുകൊണ്ടെന്നാൽ സർവ്വ സൃഷ്ടിയുടെയും പിതാവ് അവനാകുന്നു. He wants to give rain or water unto his creation. തന്റെ സൃഷ്ടികൾക്ക് മഴയും വെള്ളവും നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to grow all trees. എല്ലാ വൃക്ഷങ്ങളും വളരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. He wants to give water unto his creatures. തന്റെ ചരാചരങ്ങൾക്ക് വെള്ളം നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു. That's why, according his purpose, he sent rain. ആയതിനാൽ തന്റെ ഉദ്ദേശപ്രകാരം താൻ മഴ അയക്കുന്നു. 37:13 when we read, 37-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, and for correction also he sends rain. ശിക്ഷയ്ക്കായിട്ടും അവൻ മഴ അയക്കുന്നു. To make them to understand their transgression. അവരുടെ ലംഘനങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്, And to correct them. അവരെ തിരുത്തേണ്ടതിന്. During the time of Noah, how God sent rain and destroyed the earth, we know it. നോഹയുടെ നാളുകളിലെ പ്രകാരം ദൈവം മഴ പെയ്ച്ച ഭൂമിയെ നശിപ്പിച്ചുവെന്ന് നാം അറിയുന്നല്ലോ. Even in these days, he sends for correction in many places. ഈ നാളുകളിലും പലയിടങ്ങളിൽ തിരുത്തേണ്ടതിനായി അവൻ അയക്കുന്നു. That they humble themselves. അവർ തങ്ങളെ താഴ്ത്തേണ്ടതിന്, They must understand their wicked ways. അവരുടെ ദുഷ്ടവഴികൾ അവർ അറിയേണ്ടതിന്, To give up all their old ways and turn to God. പഴയ വഴികളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് അവർ തിരിയേണ്ടതിന്. But what people they think, പക്ഷെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു? it is because of global warming. അത് ആഗോള താപനം മുഖാന്തരം സംഭവിക്കുന്നുവെന്ന്. Or it is because we did this mistake, that mistake, literally, and building many mansions, we blocked the waterway. That's why it happens. നാം ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്ത വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി വെള്ളത്തിന്റെ പ്രവാഹം ഒഴുക്ക് തടഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കരുതുന്നു. They give many literal reasons. അക്ഷരികമായ പല കാരണങ്ങൾ അവർ നിരത്തുന്നു. But God sends for correction. പക്ഷേ ദൈവമോ അത് ശിക്ഷയ്ക്കായി തിരുത്തലിന് അയക്കുന്നു. Third, മൂന്നാമതായി, he sends unto his land. തന്റെ ദേശത്തിലേക്ക് അവൻ അയക്കുന്നു. This land belongs to God. ഈ ദേശം ദൈവത്തിനുള്ളതാണ്. Though people defile it, ജനങ്ങൾ അതിനെ മലിനമാക്കിയാലും, though they transgress it, അതിനെ അവർ ലംഘനം ചെയ്തുവെങ്കിലും, our God is a God of compassion. നമ്മുടെ ദൈവം മനസ്സലിവിൻ ദൈവമാണ്. He is God of love. അവൻ സ്നേഹവാനായ ദൈവമാണ്. And therefore, as a God of compassion, he sent rain in his season. ആയതുകൊണ്ട് ദൈവം മനസ്സലിവുള്ളവനാകയാൽ അതതിന്റെ സമയത്ത് അവൻ മഴ അയക്കുന്നു. Fourthly, to show his mercy. നാലാമതായി തന്റെ ദയ കാണിക്കേണ്ടതിന്. When people humble themselves, ജനങ്ങൾ തങ്ങളെ താഴ്ത്തുമ്പോൾ, when they cry to God, അവർ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, even though God wants to withhold rain, by hearing their prayer, as a merciful God, he sends rain. മഴ തടഞ്ഞു നിർത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചാലും അവരുടെ നിലവിളി കേട്ട് ദൈവം കരുണയുള്ളവനായി മഴ അയക്കുന്നു. I remember a particular incident. ഒരു പ്രത്യേക സംഭവം ഞാൻ ഓർക്കുന്നു. And in my native place, എന്റെ സ്വദേശത്ത് around 3 years, there was no rain. 3 വർഷക്കാലം മഴയിലായിരുന്നു. There was a special Bible study arranged. പ്രത്യേകമായൊരു വേദപഠനം അവിടെ നടത്തപ്പെട്ടു. Before that, 2 months, regular fasting prayer also conducted. അതിനു മുൻപായി 2 മാസക്കാലം സ്ഥിരമായി ഉപവാസ പ്രാർത്ഥന നടത്തപ്പെട്ടു. And in that prayer, specially, we prayed for rain. ആ പ്രാർത്ഥനയിൽ പ്രത്യേകമായി മഴയ്ക്കായി പ്രാർത്ഥിച്ചു. 5 days Bible study conducted. 5 ദിവസം വേദപഠനം നടത്തപ്പെട്ടു. Last day, after Bible study, വേദപഠനത്തിന്റെ ഒടുക്കത്തെ ദിവസം, വേദപഠനത്തിന് ശേഷം, when Central Pastor made everyone to stand and offer praises, സെൻട്രൽ പാസ്റ്റർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തോത്രം അർപ്പിക്കുവാൻ പറഞ്ഞു. that time he said, ആ സമയം താൻ ഇവണ്ണം, and we haven't rain for last 3 years. കഴിഞ്ഞ 3 വർഷങ്ങളായി നമുക്ക് മഴയില്ലല്ലോ, We need a rain. നമുക്ക് മഴ വേണം. And God should command a good rain. ദൈവം നല്ല മഴ കൽപ്പിക്കണം. All raised their hands and praising God. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. Even that very moment, we felt breeze flowing in that place. അതേ സമയം തന്നെ ഒരു ശീതക്കാറ്റ് അവിടെ അടിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. As we are praising God, we could realize that breeze. ഞങ്ങൾക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കാറ്റിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ They stopped meeting.
കൂട്ടം നിർത്തി Within half an hour, അരമണിക്കൂറിനുള്ളിൽ we wind up everything. എല്ലാം ഞങ്ങൾ ക്രമീകരിച്ചു. We took everything to Faith Home. എല്ലാം വിശ്വാസപരത്തിലേക്ക് കൊണ്ടുപോയി. Rain started. മഴ തുടങ്ങി. Every night, around 21 nights, continuously there was rain. 21 രാത്രികൾ തുടർച്ചയായിട്ട് മഴയുണ്ടായിരുന്നു. Very good rain. നല്ല മഴ. All could testify. എല്ലാവർക്കും സാക്ഷി പറയുവാൻ കഴിഞ്ഞു. And because of this meeting, they conducted this meeting, God healed this land. ഈ കൂട്ടം ഇവർ നടത്തിയതുകൊണ്ട് ദൈവം ദേശത്തെ സൗഖ്യമാക്കി. God changed total environment. മുറ്റമായ പരിസ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. And God showed compassion or mercies to this land. ദൈവം ദേശത്തോട് മനസ്സലിവും കരുണയും In കാണിച്ചു. such a way, by hearing prayer, He commands rain. അങ്ങനെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവം മഴ കൽപ്പിക്കുന്നു. Moreover, spiritually, അതിലുപരിയായി ആത്മീകമായി in these days, God wants to command His end days revival as a latter rain. ഈ നാളുകളിൽ പിന്മഴയായി അന്ത്യനാളിന്റെ ഉണർവിനെ കൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. When we pray, നാം പ്രാർത്ഥിക്കുമ്പോൾ our God, He will command that end days revival. നമ്മുടെ ദൈവം അന്ത്യനാൾ ഉണർവ് കൽപ്പിക്കും. That's why in Psalm 65:9 when we read, ആയതുകൊണ്ട് 65-ാം സങ്കീർത്തനം 9-ാം വാക്യം വായിക്കുമ്പോൾ Thou visitest the earth and waterest it, Thou greatly enrich with the river of God, and Thou makest it soft with showers. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. From the river of God He sends rain. ദൈവത്തിന്റെ നദിയിൽ നിന്നവൻ മഴ അയക്കുന്നു. He gives soft showers and makes us very soft, or to prepare ourselves as a fruitful field, He helps us. അവൻ മൃദുവായ നിലയിൽ മഴയയച്ച ഫലഭൂയിഷ്ടമായ പ്രദേശമായി നമ്മെ ഒരുക്കേണ്ടതിന് സഹായിക്കുന്നു. In these days, we must pray to the Father of rain. ഇന്നാളുകളിൽ മഴയുടെ പിതാവിനോട് നാം പ്രാർത്ഥിക്കണം. Whatsoever we shall ask Him, He will give us. നാം എന്തവനോട് അപേക്ഷിച്ചാലും അവനത് നൽകും. And not only earthly blessings, ഭൗമിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, along with that, even spiritual blessings, spiritual rain also He is ready to give us. അതോടൊപ്പം തന്നെ ആത്മിക അനുഗ്രഹങ്ങൾ, ആത്മിക മഴയും നൽകുവാൻ അവൻ ഒരുക്കമാണ്. That's why we can read in book of Zechariah, ആയതുകൊണ്ടാണ് സഖരിയാ പ്രവചന പുസ്തകം നാം വായിക്കുമ്പോൾ, ask the Lord rain in the time of latter rain. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്ക് അപേക്ഷിപ്പീൻ. Because He is a Father. എന്തുകൊണ്ടാണ് അവൻ അതിന്റെ പിതാവാകുന്നു. He is the Father of rain. അവൻ മഴയുടെ പിതാവാണ്. If we ask Him നാം അവനോട് ചോദിച്ചാൽ, from His treasure house, അവന്റെ ഭണ്ഡാരത്തിൽ നിന്നോ, from His river, അവന്റെ നദിയിൽ നിന്നോ, and from the heavenly abode, സ്വർഗീയ വിധാനത്തിൽ നിന്നോ He commands rain. അവൻ മഴ കൽപ്പിക്കുന്നു. Even whoever they may be, അവർ ആരായിരുന്നാലും, if they have thirst for that, അവർക്കതിനായൊരു ദാഹമുണ്ടെങ്കിൽ God will give the rain. ദൈവം ആ മഴ നൽകും. Unto the people of Israel it was told, ഇസ്രായേൽ ജനത്തോട് ഇവണ്ണം പറഞ്ഞു, the land which you going to possess, നിങ്ങൾ അവകാശമാക്കുവാൻ പോകുന്ന ദേശം, it will not be like Egypt. അത് മിസ്രയീം പോലെ അല്ല. In Egypt there was rain. മിസ്രയീമിൽ മഴയുണ്ടായിരുന്നു. Very few times they used to get. ആ ചുരുക്കം സമയങ്ങളിലേ അവർക്കത് ലഭിച്ചിരുന്നുള്ളൂ. Not always. എപ്പോഴുമില്ലായിരുന്നു. That's why God told them, ആയതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, in Deuteronomy 11:11 when we read, ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, that land which you are going to possess, നിങ്ങൾ കൈവശമാക്കുവാൻ പോകുന്ന ദേശം, the land of hills and valleys, മലകളും താഴ്വരകളുമുള്ളതായി, drinketh the water of rain of heaven, ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതുമായ, and the land which the Lord thy God careth for. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. The eyes of the Lord thy God are always upon it, നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. from the beginning of the year even unto the end of the year. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ It drinketh the water of the rains of heaven. അത് ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്ന ദേശം. We can compare this life with our spiritual life. ദേശത്തെ നമുക്ക് ആത്മീയ ജീവിതത്തോട് തുലനം ചെയ്യാം. Egypt life we can compare with our old life. മിസ്രൈമി ജീവിതത്തെ പഴയ ജീവിതത്തോട് തുലനം ചെയ്യാം. As a compassionate God, God visited many times. മനസ്സലിവുള്ള ദൈവമായി പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ദൈവം സന്ദർശിച്ചു. As a rain, He came upon us. മഴയായി അവൻ നമ്മുടെ മേൽ വന്നു. And many literal blessings, earthly blessings we got in our life. അക്ഷരികമായും ആത്മീകമായും പല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചു. But He has brought us to Canaan. എന്നാൽ കനാനിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നു. Here, He wants to give us in abundance. ഇവിടെ സമൃദ്ധിയായി അവൻ തരുവാൻ ആഗ്രഹിക്കുന്നു. About pelican it is written, I am like a pelican in wilderness. ശൂന്യസ്ഥലത്തെ മരുഭൂമിയിലെ വേഴാമ്പലിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുമ്പോൾ What the word of God says? ദൈവവചനം എന്ത് പറയുന്നു? It drinks rain which comes from heaven. അത് ആകാശത്തുനിന്ന് പെയ്യുന്ന മഴവെള്ളം അത് കുടിക്കുന്നു. It waits to drink water from heaven. ആകാശത്തുനിന്നും മഴവെള്ളം കുടിക്കേണ്ടതിനായി അത് കാത്തിരിക്കുന്നു. When God gives rain, that time it drinks. ദൈവം മഴ നൽകുമ്പോൾ അത് കുടിക്കുന്നു. Till the time rain comes, it waits for it.
അതുവരെയും ആ മഴ പെയ്യേണ്ടതിനായിട്ട് അത് കാത്തിരിക്കുന്നു. In the same way, ഇതുപോലെ in our spiritual life, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ God has promised, ദൈവം വാഗ്ദത്തം ചെയ്തു, I will give rain from heaven. ഞാൻ ആകാശത്തുനിന്ന് മഴ നൽകും. Latter rain, പിന്മഴ, former rain. മുൻമഴ. Even these days, these are the days of latter rain. ഈ ദിവസങ്ങൾ പിന്മഴയുടെ ദിവസങ്ങളാണ്. Therefore, we must ask the Lord, ആയതുകൊണ്ട് കർത്താവിനോട് നാം ചോദിക്കണം, Lord, give me rain. കർത്താവേ എനിക്ക് മഴ തരണമേ. Lord, in my land there must be fruits. കർത്താവേ എന്റെ ദേശത്ത് ഫലമുണ്ടാകണം. I must be a fruitful land. ഞാൻ ഫലഭൂയിഷ്ഠമായ ദേശമാകണം. And that is Holy Spirit revival. അത് പരിശുദ്ധാത്മാവിന്റെ ഉണർവാണ്. Individually, God will give. വ്യക്തിപരമായി ദൈവം നൽകും. That day on 120 it came upon. അന്നാളിൽ 120 പേരുടെ മേൽ അത് വന്നു. As a former rain, it showered on them. അത് മുൻമഴയായി അവരുടെ മേൽ ചൊരിഞ്ഞു. In our early life, നമ്മുടെ പ്രാരംഭ ജീവിതത്തിൽ when we received the anointing of the Holy Spirit, നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ as a former rain it came upon us. മുൻമഴയായി അത് നമ്മുടെ മേൽ വന്നു. But these are the days of His coming. എന്നാൽ ഈ നാളുകൾ അവന്റെ വരവിന്റെ ദിനങ്ങളാണ്. We must get ready for the coming of the Lord. നാം കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം. We must grow in all the doctrines. നാം സകല ഉപദേശങ്ങളും അറിയണം. We must get favor from the King. നാം രാജാവിന്റെ കടാക്ഷം പ്രാപിക്കണം. We must grow in righteousness of God. നാം ദൈവിക നീതിയിൽ വളരണം. We must get all the counsel from God. നാം ദൈവത്തിന്റെ സർവ്വ ആലോചനകളും പ്രാപിക്കണം. We must bring forth much fruits. നാം അധികം ഫലം കൊടുക്കണം. We must transform into the very character of Christ. നാം ക്രിസ്തുവിന്റെ അതേ സ്വഭാവത്തോട് രൂപാന്തരപ്പെടണം. Therefore, this rain is very much essential. ആയതുകൊണ്ട് ഈ മഴ അത്യന്താപേക്ഷിതമാണ്. Dear child of God, പ്രിയ ദൈവവേദലേ, we by ourselves can't produce this rain. നമുക്ക് സ്വയമേ മഴ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. By clapping hands, we can't produce it. കൈയടിച്ചുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമല്ല. By playing music, we can't create it. സംഗീതം ആലപിച്ചുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല. From where it comes? അത് എവിടുന്ന് വരുന്നു? It comes from Father of rain. അത് മഴയുടെ അപ്പന്റെ പക്കൽ നിന്ന് വരുന്നു. Yes, we have a great Father. അതെ, നമുക്ക് വലിയൊരു പിതാവുണ്ട്. That Father is my Father and your Father. ആ പിതാവ് എന്റെയും നിങ്ങളുടെയും പിതാവാണ്. That same Father is Father of rain. അതേ പിതാവ് മഴയുടെ പിതാവുമാണ്. So if we ask, ആയതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ surely He will give. തീർച്ചയായും അവൻ തരും. Yes, in His treasure house it is there. അതേ, അവന്റെ ഭണ്ഡാരത്തിൽ അതുണ്ട്. Richly He is having to give it to us. ഐശ്വര്യമായി നമുക്ക് തരേണ്ടതിന് അവന്റെ പക്കലുണ്ട്. If He doesn't give it to us, unto whom He will give? അവൻ നമുക്ക് തന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കും? Now we are going to stand for a while and we are going to ask the Father of rain. ഇപ്പോൾ നാം അല്പസമയം എഴുന്നേറ്റെന്ന് ആ മഴയുടെ പിതാവിനോട് ചോദിക്കുവാൻ പോകുന്നു. Lord, give me that rain. കർത്താവേ, ആ മഴ എനിക്ക് തരണമേ. In my field, let there be fruits. എന്റെ വയലിൽ വിളവുണ്ടാകട്ടെ. In my family, let there be blessing. എന്റെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. Let my future be blessing. എന്റെ ഭാവി അനുഗ്രഹമാകട്ടെ. Lord, change my wilderness experience. കർത്താവേ, എന്റെ നിർജ്ജന പ്രദേശത്തിന്റെ അനുഭവം മാറ്റണമേ. How you give literal rain, so you are ready to give spiritual rain as well. കർത്താവേ, അക്ഷരികമായി മഴ നൽകുന്ന പോലെ ആത്മിക മഴ തരുവാനും നീ ഒരുക്കമാണല്ലോ. Without you, no one can give this rain. അത് നീ അല്ലാതെ മറ്റാർക്കും മഴ തരുവാൻ സാധ്യമല്ല. Lord, there is no other option, no other way, no other person that I go and receive. കർത്താവേ, എനിക്ക് പോയി പ്രാപിക്കുവാൻ മറ്റൊരു വ്യക്തിയില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു മാർഗവുമില്ല. Come, let us all look unto God, who is the Father of rain. വരുവിൻ, മഴയുടെ പിതാവിങ്കിലേക്ക് നമുക്ക് ഏവർക്കും നോക്കാം. And His compassion, അവന്റെ മനസ്സലിവ്, His love, അവന്റെ സ്നേഹം, His gentleness, അവന്റെ സൗമ്യത, and His faithfulness, അവന്റെ വിശ്വസ്തത, His promise അവന്റെ വാഗ്ദത്തങ്ങൾ, that He will give us His rain. അവൻ തന്നെ മഴ തരുമെന്നുള്ളതാകുന്നു. Yes, out of compassion He gives. അതേ, മനസ്സിലും മുഖാന്തരം അവൻ തരുന്നു. Because He is promise-keeping God, He gives it. വാഗ്ദത്തങ്ങളെ പാലിക്കുന്ന ദൈവമാകയാൽ അവൻ അത് തരുന്നു. He is unchanging God, therefore He gives it. അവൻ മാറാത്ത ദൈവമാകൊണ്ട് അത് തരുന്നു. Let us all receive it. നാം എല്ലാം അത് പ്രാപിക്കാം. Let us all ask the Lord and receive it. നാം എല്ലാവരും കർത്താവിനോട് ചോദിച്ച് പ്രാപിക്കാം. Lord, you are the Father of rain. Lord, you are the Father of rain. Amen. Amen. This rain is the promise of God the Father. ഈ മഴ പിതാവ് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Jesus Himself told, യേശു തന്നെ പറഞ്ഞു, you wait in Jerusalem. നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിപ്പീൻ. You wait in Jerusalem നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിപ്പീൻ. till you receive that rain. ആ മഴ നിങ്ങൾ പ്രാപിക്കുമോ, Till you receive that power ആ ശക്തി നിങ്ങൾ പ്രാപിക്കുമോ, that will come from heaven. അത് സ്വർഗത്തിൽ നിന്ന് വരും. Heavenly Father will send. സ്വർഗീയ പിതാവ് അയക്കും. Till the time, don't go away from Jerusalem. അതുവരെയും യെരൂശലേം വിട്ട് നിങ്ങൾ They പോകരുത്. waited and waited. അവർ After 10 കാത്തിരുന്നു. days, it came upon them. 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് അവരുടെ As മേൽ a വന്നു. mighty rain, it showered on them. ശക്തിയേറിയ മഴയായി അവരുടെ മേൽ അത് That ചൊരിഞ്ഞു. changed the entire world. അത് മുഴു ലോകത്തെയും മാറ്റി. That changed that entire period into grace period. ആ യുഗത്തെ മുറ്റുമായി കൃപായുഗമായി അത് Dear മാറ്റി. child of God, പ്രിയ ദൈവവേദലേ, when this rain come,
ഈ മഴ വരുമ്പോൾ in your life there will be grace. നിങ്ങളുടെ ജീവിതത്തിൽ കൃപയുണ്ടാകും. In your life there will be transformation. നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകും. In your life there will be precious characters. നിങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയ സ്വഭാവമുണ്ടാകും. You are going to be a fruitful field. നിങ്ങൾ ഫലഭൂയിഷ്ഠമായ വയലാകുവാൻ Divine പോകുന്നു. characters will be created. ദിവ്യ സ്വഭാവം ഉരുവാക്കപ്പെടും. Because this is the promise of God the Father. എന്തുകൊണ്ടെന്നാൽ ഇത് പിതാവായ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. Our God the Father is owner of it. നമ്മുടെ പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. He is the father of it. അവൻ അതിന്റെ പിതാവാണ്. Graciously gives. കൃപയോടവൻ തരുന്നു. Abundantly he sends. ധാരാളമായി തരുന്നു. Receive in the name of Jesus. യേശുവിൻ നാമത്തിൽ പ്രാപിപ്പീൻ. What Jesus told? യേശു എന്ത് പറഞ്ഞു? I will take it from God the Father and send for you. ഞാൻ പിതാവെങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് അയച്ചു തരും. I will receive and I will send. ഞാൻ പ്രാപിച്ചിട്ട് നിങ്ങൾക്ക് He അയച്ചു is തരും. interceding for that. അവൻ അതിനുവേണ്ടി പക്ഷപാതം ചെയ്യുന്നു. He is sending for us. അവൻ നമുക്ക് വേണ്ടി അയക്കുന്നു. Receive in the name of Jesus. യേശുവിൻ നാമത്തിൽ പ്രാപിപ്പീൻ. Hallelujah, 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 hallelujah. Amen. Don't look into your dry state. നിങ്ങളുടെ വരണ്ട അവസ്ഥയെ നോക്കേണ്ട. Even in wilderness he sends his rain. മരുഭൂമിയിലും അവൻ മഴയയക്കുന്നു. To do his purpose he sends his rain. തന്റെ ഉദ്ദേശം നിറവേറ്റേണ്ടതിനായി താൻ He is മഴയയക്കുന്നു. merciful Father. അവൻ കരുണയുള്ള പിതാവ്. Therefore he sends rain. ആയതിനാൽ അവൻ മഴയയക്കുന്നു. To correct us he sends rain. നമ്മെ തിരുത്തേണ്ടതിന് അവൻ മഴയയക്കുന്നു. And to make fruitful field he sends rain. ഫലഭൂയിഷ്ഠമായ വയലാക്കേണ്ടതിന് Yes, മഴയയക്കുന്നു. he knows how to send, when to send. എങ്ങനെ അയക്കണം, എപ്പോൾ അയക്കണമെന്ന് അവൻ അറിയാം. These are the days. ഇതൊക്കെയുമാകുന്നു ആ നാളുകൾ. These are the end days. ഇതന്ത്യ നാളുകൾ. Yes, he sends. അതേ അവൻ അയക്കുന്നു. To transform you. നിങ്ങളെ To രൂപാന്തരപ്പെടുത്തുവാൻ, correct you. നിങ്ങളെ To തിരുത്തുവാൻ, show his mercy. തന്റെ കരുണ നിങ്ങളിൽ കാണിക്കുവാൻ. Because you are his child, he sends it. നിങ്ങൾ അവന്റെ മക്കളാകയാൽ അവൻ അയക്കുന്നു. Receive it in the name of Jesus. യേശുവിൻ നാമത്തിൽ പ്രാപിപ്പീൻ. Hallelujah, 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 hallelujah. Amen. Praise the Lord, 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 praise the Lord. Amen. Amen. Yes, all good gift and every perfect gift is from above. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരുമൊക്കെയും അവങ്കിൽ നിന്ന് വരുന്നു. Good rain, it is from our Father. നല്ല മഴ നമ്മുടെ പിതാവെങ്കിൽ നിന്നാണ്. Spiritual rain is from our Father. ആത്മീക മഴ നമ്മുടെ പിതാവെങ്കിൽ നിന്ന് വരുന്നു. Latter rain is from our Father. പിന്മഴ നമ്മുടെ പിതാവെങ്കിൽ നിന്ന് വരുന്നു. He has started giving that latter rain in our lives, Father. Let's all praise God. ആ പിന്മഴ നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ അവൻ തുടങ്ങിയതിനാൽ നാം ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. We were like wilderness. On us also, he started sending. നാം മരുഭൂമി പോലെയായിരുന്നു, നമ്മുടെ മേലും അവൻ അയക്കുവാൻ To തുടങ്ങി. correct us, he sent. നമ്മെ തിരുത്തേണ്ടതിന് അവൻ അയക്കുന്നു. As a merciful Father, he sent. കരുണയുള്ള പിതാവായി അവൻ അയക്കുന്നു. And because we are his inheritance, because we are his land, upon us he sends. നാം അവന്റെ അവകാശവും നാം അവന്റെ ദേശവും ആകയാൽ അവൻ അയക്കുന്നു. For his wonderful love, wonderful care upon our lives, let's all praise God. നമ്മുടെ ജീവിതത്തിന്മേലുള്ള അവന്റെ അത്ഭുതകരമായ സ്നേഹത്തിനും കരുതലിനുമായി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Amen. We are going to produce much fruit and to pleasing God at all times. He is going to enable us. Father, let's praise him. നാം അധികം ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് എപ്പോഴും അവനെ പ്രസാദിപ്പിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord.